എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ അഗസ്ത്യാർകൂടത്തിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ട് ഇന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ജാമ്പയ്ക്ക കണ്ടിട്ടുണ്ടായിരിക്കും. ജാമ്പയ്ക്ക, ചാമ്പയ്ക്ക എന്നൊക്കെ പറയും. ഈ ചുമന്ന നിറത്തിലുള്ള ചാമ്പയ്ക്ക നമ്മൾ കഴിച്ചിട്ടുള്ളവരാണ്. അച്ചാറൊക്കെ ഇട്ടും അതുപോലെ നമുക്ക് ഉപ്പും കൂട്ടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ആന ജാമ്പയ്ക്കയും നമ്മൾ കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷേ കാട്ടിനകത്ത് ജാമ്പയ്ക്ക ഉണ്ട് കേട്ടോ, കാട്ടിലെ ജാമ്പയ്ക്ക. അപ്പം കാട്ടിലെ ജാമ്പയ്ക്ക നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് റൂട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഈ ഒരു വഴിയിൽ തന്നെയാണ് ഈ ഒരു ജാമ്പയ്ക്ക നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കാടൊക്കെ കണ്ടോ, എന്ത് രസമാണെന്ന് കണ്ടോ, എന്ത് രസമാണ്. കാട്ടിലെ സൗണ്ടൊക്കെ കേട്ടാ. അങ്ങനെ ജാമ്പയ്ക്ക എടുക്കാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ജാമ്പയ്ക്ക കണ്ടുപിടിക്കാനായിട്ടുള്ള യാത്രയിലാണ്. അതികഠിനമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലേ ഈ വഴി ഏതാണെന്ന്. അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് റൂട്ടാണേ. നമ്മൾ അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് പാതയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ സമയം ഒരു 9 മണി അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം നടക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്നതാണ് ഈ കാണുന്ന ഒരു മരം. അങ്ങോട്ട് എത്തി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കല്ലടയൊക്കെയുള്ള വഴി കൂടെയാണ് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഈ കാണുന്ന ഒരു സ്പോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ രാവിലത്തെ യാത്ര അങ്ങനെ തുടങ്ങി. നമ്മൾ കാട്ടിൻ്റെ അകത്തൂടെയാണ് കേട്ടോ പോകുന്നത്. ട്രക്കിംഗ് പാതയും കൂടെയാണ്. അപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ അതുമല്ല, ഞാൻ കാണിച്ചില്ല, ഈ ഭാഗമൊക്കെ ഉണ്ട്, എന്ത് രസമാണ്. ശബ്ദം കേട്ടോ, ഇവിടുത്തെ കിളികൾ വിളിക്കുന്നതും ഒക്കെ കേൾക്കാനായിട്ട് നല്ല രസമാണ്. ഈ കാണുന്നുണ്ട്, ഇതാണ് കാട്ടിലെ ജാമ്പയ്ക്ക എന്ന് പറയുന്നത്. ഇതാണ്ട, ഇതാണ് മരവേ, ഇതാണ് ജാമ്പയ്ക്ക. ഇത് കണ്ട, ഇതാണ് കാട്ടിലെ ജാമ്പ എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഇത് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാവേ. ഈ കാണുന്നതാണ് കാട്ടിലെ ജാമ്പയ്ക്കയുടെ പൂവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇല നോക്ക്, ഇലയും നമ്മുടെ സാധാ ജാമ്പയ്ക്കയുടെ തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഇലയും ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാട്ടിലെ ജാമ്പയ്ക്കയുടെ പൂവെന്ന് പറയുന്നത്. ഇതാ ഇവിടെ കണ്ട, ഇതാ ഈ നിൽക്കുന്നത് കണ്ട, ഇതാണ് ഈ കാട്ടിലെ ജാമ്പയ്ക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ പതിയെ ഒന്ന് പറിച്ചെടുക്കുകയാണേ. കണ്ട, ഇതാണ് കാട്ടിലെ ജാമ്പയ്ക്ക എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ 3 ഇരിപ്പുണ്ട്. ഇത് പഴുത്തതാണ്, ഇത് കാണിച്ചാണ്. ഇത് ഒരു വിളഞ്ഞ് കുറച്ച് പരുവായി വരുന്നതേ ഉള്ളൂ ഈ ജാമ്പയ്ക്ക. അപ്പം ഞാൻ രഞ്ജിത്തും കൂടെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളടുത്ത് ഇതിൻ്റെ രുചി എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇതാണ് പഴുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കാട്ടിലെ ജാമ്പയ്ക്ക. ഇതാ ഈ നമ്മളെ സാധാ ആന ജാമ്പയ്ക്ക പോലെ തന്നെയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ കഴിക്കാവേ. എങ്ങനെയുണ്ട് നീ പറ. അടിപൊളി. ഇത് നല്ല മധുരമുണ്ട്. കണ്ട, ഇത് മറ്റേ നമ്മളെ നല്ല പഞ്ഞി പോലെയാണ്, അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കണ്ട, നല്ല മധുരമുണ്ട്. ഇത് ചവർപ്പായിരിക്കും. കണ്ട, ഇത് അധികം പഴുത്തിട്ടില്ല. അപ്പോൾ നല്ല പഴുക്കുമ്പം ഇതേപോലെ വെള്ള കളറാകും. വെള്ള കളറാകും. അപ്പോൾ ഈ പരുവാകുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഈ പരുവാകുമ്പോൾ അധികം ടേസ്റ്റ് കിട്ടില്ല. ഇതല്ലേ വേണ്ടത്? ഇത് തരും പൊന്നട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ആപ്പിളിൻ്റെ ഒക്കെ ചെറിയ രുചിയില്ലേ, നമ്മളെ ആപ്പിളിൻ്റെ ചെറിയ രുചി, പിന്നെ ജാമ്പയ്ക്കയുടെ രുചി. എന്തായാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഈ സാധനം നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇവൻ്റെ കയ്യിലും നമുക്കൊരു ജാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ രഞ്ജിത്തെ, അതിൻ്റെ ടേസ്റ്റ് പറ. ഇത് ചവർപ്പാണ്. കാണിച്ചു കൊടുത്താൽ ഈ കളറുണ്ടല്ലോ, ഈ കളർ ജാമ്പയ്ക്ക ചവർപ്പാണ്. വെള്ള കളർ ജാമ്പയ്ക്കാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഗൈസ്, ഞാൻ അതിൻ്റെ വിത്ത് കൊണ്ടുപോണ് ഇടക്കൊണ്ട് നടാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഈ ജാമ്പയ്ക്കെന്ന് പറഞ്ഞ് വേറെ ഒന്നും ആരും എടുത്ത് കഴിക്കരുത്. അപ്പോൾ ഈ മരമാണ്, ജാമ്പയ്ക്കേനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കിട്ടിയ ജാമ്പയ്ക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാഗൊക്കെ ഈ സൈഡിൽ വച്ചിട്ടുണ്ടേ. അപ്പോൾ ബാഗൊക്കെ വച്ചതിന് ശേഷം നമ്മളിതാ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകേണ്ട ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ട്? മറ്റേ അതിൻ്റെ പൂ തറയിൽ വീണ് അതൊന്നും എടുത്ത് കാണിച്ചു വിട്ര രഞ്ജിത്തെ. ഇത് നമ്മൾ കയറിയപ്പം വീണതാണേ. ഇത് കണ്ട, ഇതാണ് കാട്ടിലെ ജാമ്പയ്ക്കയുടെ പൂവെന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ചു തന്നല്ലേ, അതാണ് അതിൻ്റെ കായെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയല്ലേ. നമ്മുടെ യൂട്യൂബിൽ ഒരു കുഞ്ഞു വീഡിയോ ആണ് ചെയ്തത്. നമ്മുടെ ഈ കാട്ട് ജാമ്പയ്ക്ക പറിക്കാൻ വരുന്നതിൻ്റെ ഒരു വീഡിയോ. നമ്മൾ വിചാരിച്ചല്ലോ അതിനകത്ത് കായൊന്നും നമുക്ക് കിട്ടിയില്ല.
അപ്പോൾ അത് കുഞ്ഞു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ. അപ്പം ബായ് പറഞ്ഞു. ബൈ ഗായ്സ്, എല്ലാവർക്കും ബായ്. ബൈ ബൈ.